സ്റ്റാർട്ട് ചെയ്യാം. ഇത് പല ടോപ്പിക്സിലും പ്രത്യേകിച്ച് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിലൊക്കെ യൂസ് ആവുന്ന ഒരു തിയറിയാണ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന്റെ. is widely used by scientists and engineers. നമുക്ക് കൂടുതൽ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സെക്കൻഡ് ഓർഡർ ഒക്കെ അല്ലേ, സെക്കൻഡ് ഓർഡർ പല മെത്തേഡ് പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ ചെയ്യാൻ? ഇത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ട്ലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ സെക്കൻഡ് ഓർഡർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ y ഡബിൾ ഡോട്ട് ഈക്വൽ ടു 0, ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം എന്ത് വേണം? y ഈക്വൽ ടു ഫൈനൽ ആൻസർ കിട്ടുക y ഈക്വൽ ടു ax പ്ലസ് b എന്നാണ്. ഈ രീതിയിലാണ് നമുക്ക് ഫൈനൽ ആൻസർ ചെയ്ത് കിട്ടുക. അപ്പോൾ ഇതിൽ രണ്ട് കോൺസ്റ്റൻസ് വരും. ആ കോൺസ്റ്റൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേറെ ബൗണ്ടറി കണ്ടീഷൻസ് ഒക്കെ ആവശ്യമുണ്ട്. പക്ഷെ ലാപ്ലേസ് ട്രാൻസ്ഫോംസ് വെച്ചിട്ട് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വേണ്ടി വരില്ല. അതാണ് ഇവിടെ ഫസ്റ്റ് മെൻഷൻ ചെയ്തിരിക്കുന്ന പോയിന്റ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഡയറക്ട്ലി gives the solution of differential equation with the given initial conditions without the necessity of finding the general solution and evaluating arbitrary constants. അപ്പോൾ അത് ഇതിന്റെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂടുതലും ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ് വരിക. അവിടെ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് ഒന്നും നോക്കേണ്ടി വരില്ല. അപ്പൊ എന്താണ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് നോക്കാം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഒരു ഗിവൺ ഫംഗ്ഷൻ എന്ത് സാർ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല സാർ, ഞാൻ പറഞ്ഞില്ല. ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ടി വിച്ച് ഇസ് ഡിഫൈൻഡ് ഫോർ ഓൾ ടി ഗ്രേറ്റർ ദാൻ 0. നമ്മുടെ ഫംഗ്ഷന്റെ ഡൊമൈന് ആർ പോസിറ്റീവ്, ആർ പ്ലസ് യൂണിയൻ 0. നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ് ഇതിന്റെ ഡൊമൈൻ. ഈ രീതിയിലുള്ള ഒരു ഫംഗ്ഷൻ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഈക്വൽ ടു ഡിനോട്ടഡ് ബൈ L of f, capital L of f equal to 0 to infinity, integral 0 to infinity e power minus st times f of t dt. ഇതാണ് നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സ്മോൾ എഫ് എന്ന് വിളിക്കുന്നത്. ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഡിനോട്ട് ചെയ്യും, ഓൾസോ ഡിനോട്ടഡ് ബൈ L of f. ഓക്കെ, ഇങ്ങനെ ഇതിനെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുകയാണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ചെയ്യുന്ന പരിപാടിയാണ് നമ്മൾ ഇൻവേഴ്സ് ട്രാൻസ്ഫോം എന്ന് പറയും. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ എഫ് തന്നിട്ടുണ്ട്, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് 0 to infinity ഇന്റഗ്രൽ e പവർ മൈനസ് എസ് ടി എഫ് ഓഫ് ടി ടി ടി. ഇത് ലാപ്ലേസ് ട്രാൻസ്ഫോം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഇത് നമ്മൾ ക്യാപിറ്റൽ എഫ് വെച്ച് ഡിനോട്ട് ചെയ്യാം. ക്യാപിറ്റൽ എഫ് ഓഫ് എസ്, സ്മോൾ എഫ് ഓഫ് എസ്. ഇത് ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യുന്ന പരിപാടി. ഗിവൺ ക്യാപിറ്റൽ എഫ് ഓഫ് എസ്, നമ്മൾ സ്മോൾ എഫ് ഓഫ് എസ് കാണുന്ന ഈ ഒരു പ്രക്രിയ പറയുന്നതാണ് ഇൻവേഴ്സ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ. ഇൻവേഴ്സ് ട്രാൻസ്ഫോം എക്സാമ്പിൾസിലേക്ക് ഞാൻ വരാം. അപ്പോൾ അവിടുന്ന് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആവും എന്തൊക്കെയാണ് എക്സാമ്പിൾസ് വെച്ചിട്ട് ഇൻവേഴ്സ് ട്രാൻസ്ഫോം ലാപ്ലേസ് ട്രാൻസ്ഫോം. അപ്പോൾ ഗിവൺ എ ഫംഗ്ഷൻ, ഈ ഇക്വേഷൻ 1 ദ ഗിവൺ ഫംഗ്ഷൻ എഫ് ഓഫ് ടി ഇൻ ഇക്വേഷൻ 1 ഈസ് കോൾഡ് ദി ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് ക്യാപിറ്റൽ. സാർ പറഞ്ഞ പോലെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ടോപ്പിക്സിലേക്കൊക്കെ ഞാൻ വരാം. ഇത് കാര്യമായിട്ട് സോൾവ് ചെയ്യുന്നുണ്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം ഉപയോഗിച്ചിട്ട്. അതിന്റെ ഒരു അപ്ലിക്കേഷൻ മാത്രമാണ്. ഇപ്പൊ നിലവിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുവഴി തന്നെ നമുക്ക് ഇൻവേഴ്സ് ട്രാൻസ്ഫോം പറയാൻ പറ്റും. ഓക്കെ, ഇതാണ് ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെയും ഇൻവേഴ്സ് ട്രാൻസ്ഫോമിന്റെയും ഡെഫിനിഷൻസ്. അപ്പൊ ഇത് നമ്മൾ ഈ ലാപ്ലേസ് ട്രാൻസ്ഫോം ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഇൻവേഴ്സസ് ഓഫ് ഈച്ച് അതർ ആണ്. ഇൻവേഴ്സ് ട്രാൻസ്ഫോമിനെ നമ്മൾ എൽ ഇൻവേഴ്സ് ഓഫ് ഇങ്ങനെ അടിക്കണം. എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഈക്വൽ ടു എഫ് ഓഫ് എസ്, ഈ രീതിയിലാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ ഞാൻ ഒന്നുകൂടി ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? ഇതിന് ഞാൻ ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ആണ് ഈ ഒരു ഇക്വേഷനിൽ. അപ്പോൾ വീണ്ടും നമുക്ക് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് തന്നെ കിട്ടും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഈക്വൽ ടു എഫ് കിട്ടും. അതേപോലെ ഫസ്റ്റ് നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തു, അതിനുശേഷം നമ്മൾ ഇൻവേഴ്സ് ട്രാൻസ്ഫോം എടുത്താലും നമുക്ക് ഗിവൺ ഫംഗ്ഷനായ എഫ് തിരിച്ചു കിട്ടും. അതാണ് അതായത് ഈ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ലാപ്ലേസ് ട്രാൻസ്ഫോം ഇൻവേഴ്സസ് ഓഫ് ഈച്ച് അതർ ആണ്. ഫസ്റ്റ് കുറച്ച് കാൽക്കുലേഷൻ ചെയ്യാം. കുറച്ച് സിമ്പിൾ ഫംഗ്ഷൻസിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സാറേ എൽ ഓഫ് സ്മോൾ എഫും ക്യാപിറ്റൽ എഫ് തമ്മിലുള്ള ഡിഫറൻസ് ഒന്നുകൂടെ പറയാമോ? എങ്ങനെ? എൽ ഓഫ് സ്മോൾ എഫും ക്യാപിറ്റൽ എഫ് ആ ഒരു മറ്റേ ഫംഗ്ഷന്റെ കൺവേർഷൻ ഒന്നുകൂടെ ഒന്ന് പറയാമോ? ഓക്കെ.
ഇൻവേഴ്സ് ട്രാൻസ്ഫോമിന്റെ ഇതുമായിട്ടുള്ള റിലേഷൻ ആണോ ലാപ്ലാസ് എങ്ങനെ ഇൻവേഴ്സ് കിട്ടിയത് എന്നതാണ്. ഓക്കെ, ടോപ്പിക് അല്ലേ, ഇതേ പറയാം. ഓക്കെ, നമ്മൾ ഗിവൺ ഫംഗ്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ലാപ്ലാസ് ട്രാൻസ്ഫോം സ്റ്റാർട്ട് ചെയ്തത് ഒരു ഫംഗ്ഷൻ വിച്ച് ഈസ് ഡിഫൈൻഡ് ഓൺ നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് വിച്ച് ഈസ് ഡിഫൈൻഡ് ഫോർ ഓൾ t ഗ്രേറ്റർ ദാൻ 0. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് അതിന് ഇന്റഗ്രേഷൻ ഈ ഒരു ഫോർമുല അപ്ലൈ ആണ്. ഇന്റഗ്രൽ 0 to infinity e power minus st times f of t dt. ഇതിനെ ഞാൻ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് ഡിനോട്ട് ചെയ്യാണ്. ഇതിനാണ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സ്മോൾ എഫ് എന്ന് പറയും. ഇനി ഇപ്പൊ ഈ കിട്ടിയ എഫ് ഓഫ് എസ് ഉണ്ടല്ലോ, ഇതിനെ ഞാൻ ഇതിന്റെ ഇൻവേഴ്സ് ആയിട്ട് വരുന്ന എന്താണ്, നമുക്ക് ഈ സ്മോൾ എഫിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്തപ്പോഴാണ് ക്യാപിറ്റൽ എഫ് കിട്ടിയത്. അപ്പോൾ സ്മോൾ എഫിന്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ആയിട്ട്, സോറി, ക്യാപിറ്റൽ എഫിന്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ആണ് സ്മോൾ എഫ് നമ്മൾ പറയും. എഫ് ഈസ് ദി ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ്, കുറച്ച് എക്സാമ്പിൾസും കൂടി പറയുമ്പോൾ അത് ക്ലിയർ ആവും. ട്രാൻസ്ഫോം ഓഫ് എഫ്. ഓക്കെ, ഇത് എങ്ങനെ ഇൻവേഴ്സ് ഓഫ് ഫീച്ചേഴ്സ് ആയതുകൊണ്ട് ഞാൻ ഇനി വീണ്ടും ഒന്നും കൂടി അപ്ലൈ ആണെങ്കിലും അതാണ് നെക്സ്റ്റ് പോയിന്റിൽ പറഞ്ഞത്. ഫസ്റ്റ് ഒരു ഫംഗ്ഷൻ എഫ് തന്നിട്ടുണ്ട്, ഞാൻ എൽ ഓഫ് എഫ് അപ്ലൈ ചെയ്തു. ഇത് എന്ത് കിട്ടി? എനിക്ക് ക്യാപിറ്റൽ എഫ് കിട്ടി. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യും? എൽ ഇൻവേഴ്സ് രണ്ട് ഭാഗത്തും, അതായത് ഇൻവേഴ്സ് ട്രാൻസ്ഫോം രണ്ട് ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഞാൻ എടുക്കും രണ്ട് ഭാഗത്തും. ഇവിടെ എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് എന്താ വരിക? നമ്മൾ എങ്ങനെയാണ് ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഡിഫൈൻ ചെയ്തിരുന്നത്? ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഡിഫൈൻ ചെയ്തത് ക്യാപിറ്റൽ എഫിന്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം എന്തായിരിക്കും? നമ്മൾ തുടങ്ങിയ ഫംഗ്ഷൻ എഫ് തന്നെ തിരിച്ചു കിട്ടും. ആ രീതിയിലാണ് നമ്മൾ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഗിവൺ ഫംഗ്ഷൻ എഫ് ഓഫ് ടി, ഈ ഫസ്റ്റ് ഇക്വേഷനിൽ ഈ എഫ് ഓഫ് ടി നമുക്ക് തിരിച്ചു കിട്ടും ഇൻവേഴ്സ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്താൽ സ്മോൾ എഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസിന്റെ. അപ്പൊ അതുകൊണ്ട് തന്നെ എൽ ഇൻവേഴ്സ് ഓഫ് എൽ ഓഫ് എഫ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ്, ഇത് ബൈ ഡെഫിനിഷൻ ഈക്വൽ ടു സ്മോൾ എഫ് ആണ്. സിമിലർലി ഇതും നോക്കാവുന്നതാണ്. എൽ ഓഫ് എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഈക്വൽ ടു എഫ് തന്നെ കിട്ടും. ഓക്കെ, ഇനി കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അപ്പൊ അതിൽ നിന്ന് ഞാൻ എക്സാമ്പിൾസ് വെച്ചിട്ട് പറഞ്ഞു ഇൻവേഴ്സും ഇതിന്റെ വ്യത്യാസം. ഫസ്റ്റ് സിമ്പിൾ ആയ എക്സാമ്പിൾ ആണ്. ഫംഗ്ഷൻ നമ്മൾ എഫ് ഓഫ് ടി ഈക്വൽ ടു 1, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എഫ് ഓഫ് ടി ഈക്വൽ ടു 1 എടുക്കുകയാണ് വെൻ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. കാൽക്കുലേറ്റ് ചെയ്യണം ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഫംഗ്ഷൻ എഫ്. അപ്പോ ഇക്വേഷനിൽ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്തായിരുന്നു ഇക്വേഷൻ? ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ 0 to infinity ഇന്റഗ്രൽ 0 to infinity e power minus st ടൈംസ് എഫ് ഓഫ് ടി dt. എഫ് ഓഫ് ടിന്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ എന്താ നമുക്ക് കിട്ടിയത്? ഫൈനലി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇന്റഗ്രൽ ഇതാണ്, 0 to infinity e power minus st dt. e power minus st ന്റെ ഇന്റഗ്രൽ എന്താ വരിക? e power ax ന്റെ ഇന്റഗ്രൽ എന്താ? e power ax by a അല്ലെ? അപ്പൊ ഇന്റഗ്രൽ എന്ത് കിട്ടും? e power minus st by minus s. ജസ്റ്റ് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. 0 ഇൻഫിനിറ്റിയും ഞാൻ -1/s പുറത്തേക്ക് എടുത്തു. ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ടിന്റെ സ്ഥാനത്ത് മൈനസ് എസ് ഇൻഫിനിറ്റി മൈനസ് ഇ പവർ 0 എന്ന് വരും. ഓക്കെ, ഇ പവർ മൈനസ് എസ് ഇൻഫിനിറ്റി, ഇ പവർ മൈനസ് എസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇ പവർ മൈനസ് എസ് ഇൻഫിനിറ്റി ഈക്വൽ ടു 1 ബൈ ഇ പവർ എസ് ഇൻഫിനിറ്റി. ഇതിന്റെ വാല്യൂ എത്ര വരിക? 0. ഡിനോമിനേറ്റർ ഉള്ളത് ഇൻഫിനിറ്റ് ആണ്, അപ്പോൾ ഈ വാല്യൂ 0 ആണ് വരിക. ദിസ് ഈസ് ഈക്വൽ ടു -1/s ടൈംസ് 0 മൈനസ് ഇ പവർ 0ന്റെ വാല്യൂ എന്താ? 1 എന്ന് വരും. അങ്ങനെ ഫൈനലി വാല്യൂ നമുക്ക് 1/s എന്ന് കിട്ടും. ഓക്കെ ആണോ? ഈ കാൽക്കുലേഷൻ എൽ ഓഫ് 1 കാൽക്കുലേറ്റ് ചെയ്ത ഫംഗ്ഷൻ ഗിവൺ ഫംഗ്ഷൻ 1 ആയിരുന്നു, അതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 1/s എന്ന് കിട്ടി. അപ്പോൾ ഇൻവേഴ്സ് ട്രാൻസ്ഫോം നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അതിനെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് എൽ ഇൻവേഴ്സ് ഓഫ് 1/s എന്ന് പറഞ്ഞാൽ 1 ആണെന്ന് പറയാം. എന്തുകൊണ്ട്? ബിക്കോസ് എൽ ഓഫ് 1 ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1 ഈക്വൽ ടു 1/s ആണ്. ഇങ്ങനെയാണ് നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോമും ഇൻവേഴ്സ് ട്രാൻസ്ഫോമും പറയുന്നത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, ഇതിൽ സ്റ്റെപ്പ് മനസ്സിലായില്ലെന്നൊക്കെ ചോദിക്കണം. നെക്സ്റ്റ് പ്രോബ്ലത്തേക്ക് പോവാണ്.
നെക്സ്റ്റ് പ്രോബ്ലം ഫംഗ്ഷൻ ഗിവൺ ഫംഗ്ഷൻ തന്നിരിക്കുന്നത് എഫ് ഓഫ് ടി ഈക്വൽ ടു ഇ പവർ എ ടി വെൻ ടി ഗ്രേറ്റർ ആൻഡ് ഈക്വൽ ടു 0. എ ഒരു കോൺസ്റ്റന്റ് ആണ്. അഗെയിൻ ലാപ്ലാസ് ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം എഫ് ഈക്വൽ ടു 0 to infinity ഇന്റഗ്രൽ 0 to infinity ഇ പവർ മൈനസ് എസ് ടി ടൈംസ് എഫ് ഓഫ് ടി ഡി ടി. എഫിന്റെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? ഇ പവർ എ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഏത് ഇന്റഗ്രൽ ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്? സ്റ്റെപ്പ് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ പറയാൻ കേട്ടോ. ഈ ഇന്റഗ്രൽ നമുക്ക് 0 to infinity ഇ പവർ മൈനസ് ഓഫ് എസ് മൈനസ് എ ടൈംസ് ടി ഡി ടി എന്ന് കിട്ടും. ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു ഇന്റഗ്രൽ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തില്ല, ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. എസിന്റെ സ്ഥാനത്ത് നമുക്ക് എസ് മൈനസ് എ ആണുള്ളത് മാത്രം. അപ്പോൾ സെയിം കാൽക്കുലേഷൻ ആണ്. -1 ബൈ എസ് മൈനസ് എ പുറത്തേക്ക് എടുക്കാം. ലിമിറ്റ് ഇൻഫിനിറ്റിയും 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1 ബൈ എസ് മൈനസ് എ എന്ന് കിട്ടും. ഓക്കെ, ജസ്റ്റ് കാൽക്കുലേഷൻ ആണ്. ഇത് നിങ്ങൾക്ക് വെരിഫൈ നോക്കാവുന്നതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഈ ബോക്സിൽ ഇട്ട് വെക്കുന്നത് ഇതൊക്കെ പല റിസൾട്ടും ഇനി ഓർത്തിരിക്കേണ്ട റിസൾട്ടുകളാണ്. ഈ എൽ ഓഫ് ഇ പവർ എ ടി, എൽ ഓഫ് 1 ഒക്കെ ബേസിക് ആയ റിസൾട്ട്സ് ആണ്. അപ്പൊ ഇതൊക്കെ ഓർത്തിരിക്കണം. പിന്നെ ഇത് വാലിഡ് ഓൺലി ഫോർ എസ് ഗ്രേറ്റർ ദാൻ എ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു തിയറം നോക്കാം. ഈ തിയറം ഉപയോഗിച്ചിട്ട് നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. Linearity of the Laplace transform. Laplace transform is a linear operation that is for any function f and g whose Laplace transform exists and for any constant a and b. ഇതൊരു ലീനിയർ കോമ്പിനേഷൻ എടുക്കുകയാണ്. ഇതിന്റെ എഫിന്റെയും ജിന്റെയും എ എഫ് പ്ലസ് ബി ജി. അതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ എ ടൈംസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് പ്ലസ് ബി ടൈംസ് എൽ ഓഫ് ജി ഓഫ് ടി. ഇത് എന്തുകൊണ്ടാണ് വന്നത്? നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? എൽ ഓഫ് എ എഫ് ഓഫ് ടി പ്ലസ് ബി. ഒരു റിസൾട്ട് നിങ്ങൾ അതുപോലെ അങ്ങോട്ട് കാണാൻ പഠിക്കുകയല്ല. നിങ്ങൾക്കിത് ജസ്റ്റ് പ്രൂവ്, സിമ്പിൾ പ്രൂഫാണ്. പ്രൂവ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചാൽ പ്രൂവ് ചെയ്യാൻ അറിയണം. അപ്പോൾ ഇ പവർ മൈനസ് എസ് ടി, എഫിന്റെ സ്ഥാനത്ത് എനിക്കുള്ളത് എന്താണ്? എ എഫ് ഓഫ് ടി പ്ലസ് ബി ജി ഓഫ് ടി ഡി ടി. ഇനി ഇത് എനിക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിക്കൂടെ? 0 to infinity എ ഇ പവർ മൈനസ് എസ് ടി എഫ് ഓഫ് ടി. ഇന്റഗ്രൽ എനിക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഡി ടി പ്ലസ് 0 to infinity ബി ഇ പവർ മൈനസ് എസ് ടി ജി ഓഫ് ടി ഡി ടി. എയും ബിയും പുറത്തെടുക്കാം ഇന്റഗ്രലിൽ നിന്ന്, കോൺസ്റ്റൻസ് ആയതുകൊണ്ട്. അപ്പോൾ വി വിൽ ബി ലെഫ്റ്റ് വിത്ത് എ ടൈംസ് എൽ ഓഫ് എഫ് ഓഫ് ടി പ്ലസ് ബി ടൈംസ് എൽ ഓഫ് ജി ഓഫ് ടി. ഓക്കെ, സിമ്പിൾ പ്രൂഫാണ്. ജസ്റ്റ് ഇന്റഗ്രലിന്റെ പ്രോപ്പർട്ടീസ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്റഗ്രൽ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും, കോൺസ്റ്റൻസ് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ഈ റിസൾട്ട് ഇനി ഞാൻ കുറച്ച് പ്രോബ്ലംസിൽ ഉപയോഗിക്കും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എഫ് ഓഫ് ടി ഈക്വൽ ടു കോസ് ഹൈപ്പർബോളിക് ഓഫ് എ ടി. കോസ് ഹൈപ്പർബോളിക് എ ടി എന്ന് പറഞ്ഞ ഡെഫിനിഷൻ എന്തായിരുന്നു? കോസ് എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു ഇ പവർ എക്സ് പ്ലസ് ഇ പവർ മൈനസ് എക്സ് ബൈ 2. ഇവിടെ നമുക്ക് എക്സിന്റെ സ്ഥാനത്തുള്ളത് എ ടി ആണ്. അപ്പൊ കോസ് എച്ച് ഓഫ് എ ടി ഈക്വൽ ടു ഹാഫ് ടൈംസ് ഇ പവർ എ ടി പ്ലസ് ഇ പവർ മൈനസ് എ ടി. ഇതാണ് വരിക കോസ് എച്ചിന്റെ ഡെഫിനിഷൻ. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ലാപ്ലാസ് ട്രാൻസ്ഫോം തന്നെയാണ്. ഇത് ഞാൻ ഈ ഒരു ലീനിയാരിറ്റി ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഉപയോഗിച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ ഉള്ളത് ഇ പവർ എയ്റ്റീൻ്റെയും ഇ പവർ മൈനസ് എയ്റ്റീൻ്റെയും ലീനിയർ കോമ്പിനേഷൻ ആണുള്ളത്. അപ്പോൾ പ്രീവിയസ് തിയറം 1 പ്രകാരം നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ഹാഫ് ടൈംസ് എൽ ഓഫ് ഇ പവർ എ ടി പ്ലസ് ഹാഫ് ടൈംസ് എൽ ഓഫ് ഇ പവർ മൈനസ് എ ടി. ഇത് നമുക്ക് ലാസ്റ്റ് പ്രോബ്ലത്തിൽ ഞാൻ ചെയ്തിരുന്നു. എൽ ഓഫ് ഇ പവർ എ ടി എന്തായിരുന്നു? 1 ബൈ എസ് മൈനസ്. ഈ റിസൾട്ട്സ് ഒക്കെ ഓർത്തിരിക്കണം. അപ്പോൾ എൽ ഓഫ് ഇ പവർ മൈനസ് എ ടി എന്ത് വരും? എന്റെ സ്ഥാനത്ത് മൈനസ് ആയിട്ട് കൊടുക്കണം. എൽ ഓഫ് ഇ പവർ മൈനസ് എ ടി 1 ബൈ എസ് മൈനസ് എ എന്ന് വരും. എന്താ ഒരു 1 ബൈ എസ് പ്ലസ് എം. പിന്നെ ജസ്റ്റ് സിംപ്ലിഫിക്കേഷൻസ് ആണ്. ചാറ്റിൽ
ഓക്കെ, പിന്നെ ജസ്റ്റ് സിംപ്ലിഫിക്കേഷൻസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഫൈനലി L of cos h at equal to s by s square minus a square എന്ന് കിട്ടും. ഇവിടെ s greater than a greater than or equal to 0 ആയിരിക്കണം. സിമിലർലി നെക്സ്റ്റ് സൈൻ ഹൈപ്പർബോളിക് ഓഫ് at. സൈൻ ഹൈപ്പർബോളിക്കിന്റെ ഡെഫിനിഷൻ ഇവിടെ കോസിൽ പ്ലസ് ആണെങ്കിൽ സൈനില് ടേമിന്റെ ഇടയിലുള്ളത് മൈനസ് ആയിരിക്കും, വേറെ ഒരു വ്യത്യാസമില്ല. അപ്പൊ സൈൻ എച്ച് ഓഫ് at ഈക്വൽ ടു ഹാഫ് ടൈംസ് ഇ പവർ at മൈനസ് ഇ പവർ മൈനസ് at. ഇവിടെ ലാപ്ലേസ് ട്രാൻസ്ഫോം സെയിം സിമിലർ കാൽക്കുലേഷൻ ആണ്. പ്ലസ് ഉള്ള സ്ഥാനത്ത് മൈനസ് വരും, നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്. ഫൈനലി കാൽക്കുലേറ്റ് ചെയ്താൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ എച്ച് ഓഫ് at ഈക്വൽ ടു a ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അതുവരെ ജസ്റ്റ് കാൽക്കുലേഷൻസ് ആണ്, നമ്മൾ വെരിഫൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് find the Laplace transform of cos omega t and sin omega t. ഇത് നമുക്ക് ഒന്നിച്ച് തന്നെ കാൽക്കുലേറ്റ് സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി ഒന്നിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് ഓയിലേഴ്സ് ഇക്വേഷൻ. ഇത് കോംപ്ലക്സ് അനാലിസിസിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇ പവർ ഐ തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഓക്കെ, ഇവിടെ തീറ്റയുടെ സ്ഥാനത്തുള്ളത് ഒമേഗ ടി ആണ്. അപ്പൊ കോസ് ഒമേഗ ടി പ്ലസ് ഐ സൈൻ ഒമേഗ ടി. ഇതിൽ നിന്ന് നമ്മൾ ഇനി ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ആണ് രണ്ട് ഭാഗത്തും. ഇക്വേഷൻ രണ്ട് ഭാഗത്തായിട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്താൽ RHS എന്താ ഉണ്ടാവുക? L ഓഫ് കോസ് ഒമേഗ ടി പ്ലസ് ഐ സൈൻ ഒമേഗ ടി. ഇനി ഞാൻ ലീനിയാരിറ്റി അപ്ലൈ ചെയ്യും. നേരത്തെ പറഞ്ഞ തിയറം 1 ലീനിയാരിറ്റി അപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? L ഓഫ് കോസ് ഒമേഗ ടി പ്ലസ് ഐ L ഓഫ് സൈൻ ഒമേഗ ടി. അപ്പൊ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇതിനെ ഞാൻ വേറെ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യും. ഈ L ഓഫ് ഇ പവർ ഐ ഒമേഗ ടീനെ വേറെ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കമ്പയർ ചെയ്യും. റിയൽ പാർട്ടിൽ എന്താ ഉള്ളത്? L ഓഫ് കോസ് ഒമേഗ ടി. ഇമാജിനറി പാർട്ടിൽ L ഓഫ് സൈൻ ഒമേഗ ടി. അങ്ങനെ കമ്പയർ ചെയ്താൽ എനിക്ക് ഡയറക്റ്റ്ലി ഇതിന്റെ രണ്ടിന്റെയും വാല്യൂ കിട്ടും. അപ്പോ നേരത്തെ വീണ്ടും ഈ പറയൂ. ഒന്നുകൂടി പറയാം. ഓക്കെ, ഇത് എന്താ ചെയ്യാൻ പോകുന്ന? ഓക്കെ, ഇത് മനസ്സിലായി. ലീനിയാരിറ്റി അപ്ലൈ ചെയ്തിട്ട് എങ്ങനെ കിട്ടിയത്? ഇനി ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് L ഓഫ് ഇ പവർ ഐ ഒമേഗ ടി ഞാൻ വേറെ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യും. കാരണം L ഓഫ് ഇ പവർ എ ടി നമ്മൾ ഓൾറെഡി അറിയാം, ചെയ്തു വെച്ചിട്ടുണ്ട്. എന്താണ്? 1/s മൈനസ് എ ആണ്. ഇനി ഇവിടെ എന്റെ സ്ഥാനത്ത് ഐ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. L ഓഫ് ഇ പവർ ഐ ഒമേഗ ടി ഈക്വൽ ടു എന്ത് കിട്ടും? 1/s മൈനസ് ഐ ഒമേഗ എന്ന് കിട്ടും. ഇതൊരു കോംപ്ലക്സ് നമ്പർ അല്ലേ? ഇത് ഈക്വൽ ടു ഒരു റിയൽ പാർട്ട് ഓഫ് ഇതിനെ തൽക്കാലം z എന്ന് വിളിക്കുകയാണെങ്കിൽ റിയൽ പാർട്ട് ഓഫ് z പ്ലസ് ഐ ടൈംസ് ഇമാജിനറി പാർട്ട് ഓഫ് z എന്ന് എഴുതിക്കൂടും ഇതിനെ. ഇനി നമ്മൾ ലീനിയാരിറ്റി പ്രകാരം നമ്മൾ കണ്ടു, റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് ഒമേഗ ടി ആണ്. ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ഒമേഗ ടി ആണ്. അപ്പൊ ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇനി അതാണ് ഇവിടെ ചെയ്തിട്ടുണ്ട്. 1/s മൈനസ് ഐ ഒമേഗ. ഞാൻ എസ് പ്ലസ് ഐ ഒമേഗ കൊണ്ട് മൾട്ടിപ്ലൈ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും. അപ്പൊ ഡിനോമിനേറ്ററിൽ എന്ത് കിട്ടും? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി കൂടെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പം എസ് സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും ഡിനോമിനേറ്റർ. ന്യൂമറേറ്റർ അതേപോലെ തന്നെ ഒന്നും ചെയ്യണ്ട. അപ്പൊ ഫൈനലി ഇതിന്റെ വാല്യൂ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്: എസ് പ്ലസ് ഐ ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഇതിനെ ഇനി റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ആയിട്ട് എഴുതിയാൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും: എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് ഐ ടൈംസ് ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഇനി ഞാൻ എന്ത് ചെയ്തു? ഈ ലീനിയാരിറ്റി വെച്ച് നമുക്ക് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഈ L ഓഫ് കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ടാണ്, L ഓഫ് സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ടാണ്. ജസ്റ്റ് കമ്പയർ ചെയ്താൽ മതി. ഇക്വേറ്റിംഗ് ദ റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ് എന്ത് കിട്ടും? L ഓഫ് കോസ് ഒമേഗ ടി ഈക്വൽ ടു എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. L ഓഫ് സൈൻ ഒമേഗ ടി ഈക്വൽ ടു ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. നെക്സ്റ്റ് പ്രൂവ് ദാറ്റ് L ഓഫ് ടി പവർ n ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ s പവർ n പ്ലസ് 1.
ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ, ഉടനടി ചോദിക്കണേ. നെക്സ്റ്റ് എൽ ഓഫ് ടി പവർ എൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾ ഗാമ ഫങ്ഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ ഏതെങ്കിലും കോഴ്സിൽ? കാര്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇത് ഗാമ ഫംഗ്ഷൻ ഇവിടെ ഉപയോഗിക്കുന്നുണ്ടോ ചോദിക്കുന്നത്. ഗാമ ഓഫ് n+1. ശ്രീഹരി, നിങ്ങൾ മാത്സിൽ എവിടെയെങ്കിലും ഗാമ ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാറിന് ആദ്യം അത് അവിടെ നിന്ന് തുടങ്ങേണ്ടി വരും. ഇല്ല സാറേ. ഇല്ല, ഇതുവരെ പഠിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ നമുക്ക് ഷെയർ ചെയ്ത നോട്ട്സ് നിങ്ങൾ തന്നെയല്ലേ? ആ ഓക്കെ, ഇത് ഗാമ ഫംഗ്ഷൻ ഇല്ലാതെ ഈ ഒരു ആൻസർ ചെയ്യാവുന്നതാണ്. ഇതിൽ ഗാമ ഫംഗ്ഷൻ ഇതിൽ ഉപയോഗിച്ച് കുഴപ്പമില്ല, വേറെ ഇതിൽ ചെയ്യാൻ പറ്റും ഇത്. ഓക്കെ, ഞാൻ ചെയ്യാം. എൽ ഓഫ് ടി പവർ എൻ കാൽക്കുലേറ്റ് ചെയ്യാം. പ്രൂവ് ചെയ്യാനുള്ള ഇതാണ് എൽ ഓഫ് ടി പവർ എൻ ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ s പവർ n+1. സാർ ഈ ക്ലാസ് ഇപ്പൊ 2 സെഷൻ ആയിട്ടല്ലേ, അതോ ഈ സെഷൻ മാത്രമേ ഉള്ളോ? ഒരു സെഷൻ തീർക്കണോ? അല്ലല്ല, 2 സെഷൻ ആയിട്ടാണ്. ഓക്കെ. ഇപ്പോൾ മൈനസ് ടി പവർ എൻ dt. ഞാൻ ടി പവർ എൻ ആദ്യം എഴുതാം. ഇപ്പോൾ മൈനസ് ടി. അപ്പോ ഇന്റഗ്രൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇന്റഗ്രൽ യു വി ഈക്വൽ ടു ഇന്റഗ്രൽ യു വി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഈ റിസൾട്ടാണ് ഞാൻ ഇനി ഉപയോഗിക്കാൻ പോകുന്നത്. ഇത് വെച്ചിട്ട് ഡയറക്റ്റ്ലി ചെയ്യാവുന്നതേ ഉള്ളൂ ഇത്. ഓക്കെ, ആ റിസൾട്ട് അപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? എൽ ഓഫ് ടി പവർ എൻ ഞാൻ 0 to ഇൻഫിനിറ്റി. ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് ഞാൻ എടുക്കുന്നത് ടി പവർ എൻ ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ടി പവർ മൈനസ് എസ് ടി മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ടി പവർ എൻ എന്താ വരിക? n ടൈംസ് ടി പവർ എൻ മൈനസ് 1. ഓക്കെ, ടൈംസ് എന്താണ്? ഇന്റഗ്രൽ ഓഫ് ടി പവർ മൈനസ് എസ് ടി ഡി ടി. ഡി ടി എഴുതാത്തടത്തൊക്കെ ഡി ടി ഉണ്ട് കേട്ടോ. ഓക്കെ, ടി പവർ മൈനസ് എസ് ടി ഇന്റഗ്രൽ എന്ത് വരും? ടി പവർ എൻ ഇ പവർ മൈനസ് എസ് ടി ബൈ എസ് എന്ന് വരും. ഈ ലിമിറ്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇതൊക്കെ 0 to ഇൻഫിനിറ്റി ആണ്. ഞാൻ നേരത്തെ സ്റ്റെപ്പിലൊന്നും ലിമിറ്റ് എഴുതിയിട്ടില്ല. 0 to ഇൻഫിനിറ്റി ആണ്. മൈനസ് n എനിക്ക് പുറത്തേക്ക് എടുക്കാം. ഇന്റഗ്രൽ ഓഫ് ടി പവർ എൻ മൈനസ് 1 ടൈംസ് ഇ പവർ മൈനസ് എസ് ടി. ഓക്കെ, ബൈ മൈനസ് എസ് കേട്ടോ, ഇത് മൈനസ് എസ് ആണ്. അതേപോലെ ഇവിടെ ഒരു മൈനസ് എസ് ഉണ്ടായിരിക്കും, അത് ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പൊ ഫൈനലി n ബൈ എസ് എന്ന് കിട്ടും. ഇവിടെ എങ്ങനെ കിട്ടും? ഓക്കെ, ഇതുവരെ ക്ലിയർ ആണോ? ഈ സ്റ്റെപ്പ് വരെ ക്ലിയർ ആണോ? ആ ഓക്കെ, ഇനി ഈ ഒരു ക്വാണ്ടിറ്റി നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഇത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി പവർ എൻ മൈനസ് 1 ആണ് അല്ലേ? വേറൊരു വ്യത്യാസം വന്നിട്ടില്ല. ഇനി ഈ ഒരു ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനനുസരിച്ച് പിന്നെ നമുക്ക് റിക്കർസീവ് ആയിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഫസ്റ്റ് ഞാൻ അതിനായിട്ട് ഈ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു ലിമിറ്റ് ഇൻഫിനിറ്റിയും 0 ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? ടി പവർ എൻ ഇ പവർ മൈനസ് എസ് ടി ബൈ മൈനസ് എസ് 0 to ഇൻഫിനിറ്റി. ഫസ്റ്റ് ടി എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഇൻഫിനിറ്റി ആണ്. ഓക്കെ, ഞാൻ -1 ബൈ എസിനെ പുറത്തേക്ക് എടുക്കുകയാണ്. ലിമിറ്റിന് ഇമ്പാക്ട് ചെയ്യില്ല. നെക്സ്റ്റ് ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇ പവർ മൈനസ് എസ് ഇൻഫിനിറ്റി. ഓക്കെ, ഇതില് നിങ്ങൾ ടൈലർ സീരീസ് ഒക്കെ പഠിച്ചിട്ടില്ലേ? ടൈലർ സീരീസ് ഇവിടെ ആവശ്യം വരും ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ. ടൈലർ സീരീസ് ഇ പവർ, ഓക്കെ, ഇ പവർ എക്സ് ഈക്വൽ ടു 1 പ്ലസ്
x plus x square by 2 factorial, x power 3 by 3 factorial അങ്ങനെ ടൈലർ സീരീസ് ആണ്. ഇ പവർ എക്സിന്റെ ആ ഒരു ടൈലർ സീരീസ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ എന്ത് കിട്ടും? ടി പവർ എൻ ടൈംസ് ഇ പവർ നമുക്ക് എക്സിന്റെ സ്ഥാനത്തുള്ള മൈനസ് എസ് ടി ആണ്. അപ്പോൾ 1 മൈനസ് എസ് ടി ഇത് അതിനേക്കാൾ എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ അല്ലാതെ കാൽക്കുലേറ്റ് ചെയ്യാം, അത് നല്ലത്. ഫസ്റ്റ് ഈ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, ലിമിറ്റ് t ടെൻസ് ടു ഇൻഫിനിറ്റി t പവർ n ബൈ ഇ പവർ എസ് ടി. ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെന്താ വേണ്ടത്? 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ? മൈനസ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഓക്കെയാണ്. ഇത് 0 പവർ n ടൈംസ് ഇ പവർ മൈനസ് എസ് ടൈംസ് 0. ഈ ടേം 0 കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് 1 ബൈ എസ് ലിമിറ്റ് ടി പവർ ഇൻഫിനിറ്റി ടി പവർ n ബൈ ഇ പവർ എസ് ടി. ഈ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ പിന്നെ നമുക്ക് റിക്കർസീവ് ആയിട്ട് ആൻസറിലേക്ക് എത്താവുന്നതാണ്. ഓക്കെ, ഇതില് ലിമിറ്റ്, ഈ ലിമിറ്റ് നിങ്ങൾ ടീനെ ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നോക്കിയാൽ കാണാം, ഇത് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ആണ്. ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു റൂളാണ് എൽ ഹോപ്പിറ്റൽ റൂൾ. അത് വെച്ച് ചെയ്യാൻ ഒന്നുകൂടി എളുപ്പം തോന്നുന്നു, മറ്റേത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. എൽ ഹോപ്പിറ്റൽ റൂൾ. ഓക്കെ, എൽ ഹോപ്പിറ്റൽ റൂൾ പറയുന്നത് ഇങ്ങനെ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമോ അല്ലെങ്കിൽ 0/0 ഫോമോ ലിമിറ്റ് ഇവാലുവേഷനിൽ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ലിമിറ്റ്, ഫോർ എക്സാമ്പിൾ ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ടി പവർ ടി ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ബൈ ജി ഓഫ് ടി എന്നുള്ളത് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം അല്ലെങ്കിൽ 0/0 ഫോം വരികയാണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് പ്രൈം ഓഫ് ടി ബൈ ജി പ്രൈം ഓഫ് ടി. ഓക്കെ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വേറെ വേറെ ഡെറിവേറ്റീവ് എടുത്ത് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അതാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. ഞാൻ എന്താ കിട്ടുക നോക്കാം. ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി ടി പവർ ചാറ്റിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ടി പവർ n ബൈ ഇ പവർ എസ് ടി. ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? ടി പവർ n ഡെറിവേറ്റീവ് n ടി പവർ n മൈനസ് 1. ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവോ എസ് ടൈംസ് ഇ പവർ എസ് ടി എന്ന് വരും. അല്ല സോറി, ടി ടൈംസ് ഇ പവർ എസ് ടി എന്ന് വരും. അപ്പൊ ഒരു ടി ക്യാൻസൽ ചെയ്ത് വിത്ത് റെസ്പെക്ട് ടു ടി ആണ് ചെയ്യുന്നത്. സോറി, എസ് ടൈംസ് ഇ പവർ എസ് ടി എന്ന് വരും. ഇനി വീണ്ടും ഇത് 0, ഇത് വീണ്ടും ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ആണ് അല്ലെ? ടി ഈക്വൽ ടു ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വീണ്ടും ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം കിട്ടുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? വീണ്ടും ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യണം. ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി ഇവാലുവേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? n ടൈംസ് n മൈനസ് 1 ടൈംസ് ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് ഞാൻ എടുക്കുന്നത്. ടി പവർ n മൈനസ് 1 ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ n മൈനസ് 1 ടൈംസ് ടി പവർ n മൈനസ് 2. ഡിനോമിനേറ്ററിൽ എസ് ഉണ്ട്, ഇ പവർ എസ് ടിന്റെ വീണ്ടും ഡെറിവേറ്റീവ് എടുക്കുകയാണ് വിത്ത് റെസ്പെക്ട് ടു ടി. അപ്പോ വീണ്ടും ഒരു എസ് എക്സ്ട്രാ കിട്ടും, എസ് ടൈംസ് ഇ പവർ എസ് ടി. ഇങ്ങനെ വീണ്ടും വീണ്ടും നമുക്ക് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഫൈനലി ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ എന്ത് കിട്ടും? ഇവിടെ n ഫാക്ടോറിയൽ ബൈ എസ് പവർ n ടൈംസ് ഇ പവർ എസ് ടി എന്ന് കിട്ടും. ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി. ഇതുവരെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്ന, ഇതുവരെയും എല്ലാ സ്റ്റെപ്പിലും ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ആയിരിക്കും ഉണ്ടാവുക.
അപ്പോൾ എൽ ഹോപ്പിറ്റൽ റൂൾ പ്രകാരം നിങ്ങൾ വീണ്ടും ന്യൂമറേറ്റർ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിന് ഡിനോമിനേറ്ററിന് ഡെറിവേറ്റീവ് എടുത്തുകൊണ്ടിരിക്കണം, ലിമിറ്റ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഫൈനലി ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കിട്ടും. ഇവിടെ നമ്മൾ t = ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താ കിട്ടുക? n ഫാക്ടോറിയൽ ബൈ s പവർ n ടൈംസ് e പവർ s ടൈംസ് ഇൻഫിനിറ്റി. ഇത് 0 ആണ് കിട്ടുക. അപ്പോൾ ഈ ലിമിറ്റ് 0 ആണ്. ഫൈനലി ലിമിറ്റ് 0 ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്തു. നമ്മൾ എവിടെ നിന്നാണ് ഇറങ്ങി തിരിച്ചത്? ഓക്കെ, ഈ ഒരു ക്വാണ്ടിറ്റി ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടായിരുന്നത്. t പവർ n ടൈംസ് e പവർ മൈനസ് എസ് ടി ബൈ മൈനസ് എസ്. ഇതിന്റെ ഇൻഫിനിറ്റിയും 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള വാല്യൂ എന്താ കിട്ടുക? 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഡയറക്റ്റ് 0 ആയിരുന്നു കിട്ടിയത്. ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആ ലിമിറ്റും 0 ആണെന്ന് കിട്ടി. അപ്പൊ ഫൈനലി എന്താണ് എനിക്ക് കിട്ടിയത്? ഫൈനലി ദിസ് ഈസ് ഈക്വൽ ടു എൽ ഓഫ് ടി പവർ n ഈക്വൽ ടു ഈ ക്വാണ്ടിറ്റി 0 ആണെന്ന് കിട്ടി. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു n ബൈ എസ് ടൈംസ് എൽ ഓഫ് ടി പവർ n മൈനസ് 1. ഇതുവരെയും ക്ലിയർ ആയോ എല്ലാ സ്റ്റെപ്പും? ഇത് ഗാമ ഫംഗ്ഷൻ വെച്ചിട്ടാണ് ഈ നോട്ട്സ് ചെയ്തിട്ടുള്ളത്, അതാണ് ഈ രീതിയിൽ ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും സ്റ്റെപ്പ് ക്ലിയർ ആവാത്തുണ്ടോ? ഈ ലിമിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്ത് എന്തെങ്കിലും ക്ലിയർ ആയെന്ന് പറയൂ. എങ്കിൽ ഞാൻ നെക്സ്റ്റ് കാൽക്കുലേഷനിലേക്ക് പ്രൊസീഡ് ചെയ്യാം. ഇനി എളുപ്പമാണ്, ഇതുവരെയും കാൽക്കുലേറ്റ് ചെയ്താൽ പിന്നെ എളുപ്പമാണ് ചെയ്യാം. സാർ ഇത് കുഴപ്പമില്ല. പക്ഷേ ഈ ഞങ്ങളുടെ കോളേജിലൊക്കെ പഠിപ്പിച്ചപ്പോ ഇത് ഈ എക്സാമിനുള്ളത് മാത്രം എന്നുള്ള രീതിയിൽ എടുത്ത. അപ്പൊ ഇത് ഇങ്ങനത്തെ ഇതൊന്നും ഉണ്ടായില്ല, ഒന്നും പഠിപ്പിച്ചിട്ടുണ്ടായില്ല. ഉണ്ടല്ലേ? ഓക്കെ. ശ്രീഹരി, അതിലെന്താന്നോ നമ്മള് ഇത് മാത്തമാറ്റിക്കൽ റിലേറ്റഡ് ഇതാണ്. ഈവൻ ഫിസിക്സിനും എഞ്ചിനീയറിങ്ങിനും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണിത്. ഓക്കെ, ഈവൻ മാത്സിൽ ഇത് BSc ലെവലിൽ ഉണ്ടാവില്ല, പക്ഷെ നമുക്കുണ്ട്. എഞ്ചിനീയറിങ്ങിനും ഉണ്ട്, അതേപോലെ ഫിസിക്സുകാർക്കും ഉണ്ട്. അപ്പൊ നമ്മളിത് ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് പോയാൽ ചില പ്രോബ്ലം ഒക്കെ ചെയ്യാൻ പറ്റും, പക്ഷെ എന്തെങ്കിലും അത് നമുക്ക് യൂസ്ഫുൾ ആവില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇനി ഇപ്പൊ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ടോപ്പിക് ആണെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇതൊക്കെ എടുക്കുമ്പോൾ അതിലൊക്കെ ലാപ്ലേസ് ഒരുപാട് ആപ്ലിക്കേഷൻ വരും. ഓക്കെ, അപ്പൊ അത് നമുക്ക് യൂസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ പല സമയത്ത് ഇപ്പൊ നിങ്ങൾക്ക് ഗാമ ഫംഗ്ഷൻ അറിയുമെന്ന് ചോദിച്ചാൽ അതുകൊണ്ടാണ്. ഗാമ ഫംഗ്ഷൻ അറിയുന്നുണ്ടെങ്കിൽ ഇത്രയും സ്റ്റെപ്പ് നമുക്ക് ഇവിടെ പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, നേരിട്ട് നിങ്ങൾക്ക് ഗാമ ഫംഗ്ഷൻ എടുത്താൽ 2-3 സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എവിടെ മനസ്സിലാവാത്തെന്ന് ക്ലിയർ ആക്കിയിട്ട് പോയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ റിവിഷന്റെ ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് വീണ്ടും അതേ ഇപ്പോഴുള്ള അവസ്ഥയിൽ തന്നെയാണ് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് വെച്ചാൽ നമ്മളിത് പിന്നെ പഠിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, നിങ്ങളൊന്ന് അൺമ്യൂട്ട് ചെയ്യുക. ശ്രീഹരി മാത്രമേ ചോദിക്കുന്നുള്ളൂ, ബാക്കി ആരും ഇതുവരെ അൺമ്യൂട്ട് ചെയ്തിട്ടേ ഇല്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്നാലും ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് അസ്യൂം ചെയ്യണം. എന്താണ് അവസ്ഥ എന്ന് അറിയില്ല. ഞാൻ 2-3 പേര് വിളിച്ചോട്ടെ. ശില്പ, എന്താ അവസ്ഥ? മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ടില്ല, വളരെ മോശം കേട്ടോ. മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, മിസ്രിയ. മിസ്രിയ ഇല്ലേ? ആളില്ലേ? ശബരിനാഥ് സാറേ മനസ്സിലായി. ഓക്കെ, സാർ കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ഫൈനലി നമുക്ക് കിട്ടിയ റിസൾട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി പവർ എന്നും ടി പവർ n മൈനസ് 1 റിലേറ്റ് ചെയ്യുന്ന റിസൾട്ടാണ്. ഈക്വൽ ടു n ബൈ എസ് ടൈംസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി പവർ n മൈനസ് 1. ഓക്കെ, ഇതിന് എനിക്കിനി വീണ്ടും എങ്ങനെ എഴുതാം? ടി പവർ n മൈനസ് 1 ഇതേ റിസൾട്ട് അപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? n ബൈ എസ് ഓൾറെഡി ഉണ്ട്, ഒരു n ബൈ എസും കൂടി വരും, ടൈംസ് എൽ ഓഫ് ടി പവർ n മൈനസ് 2 എന്ന് എഴുതാം. ഒരു മിനിറ്റ്, n അല്ല, n മൈനസ് 1 വരും, n മൈനസ് 1 വരും. ഓക്കെ, എൽ ഓഫ് ടി പവർ n എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? n ബൈ എസ് ടൈംസ് എൽ ഓഫ് ടി പവർ n മൈനസ് 1. ഇനി ഞാനിവിടെ അപ്ലൈ ചെയ്തത് ഈ എൽ ഓഫ് ടി പവർ n മൈനസ് 1 എന്തായിരിക്കും? സെയിം റിക്കേഴ്സീവ് ഫോർമുല അപ്ലൈ ചെയ്യാണ്. അപ്പോൾ n മൈനസ് 1 ബൈ എസ് ടൈംസ് എൽ ഓഫ് ടി പവർ n മൈനസ് 2 എന്ന് കിട്ടും. ഇതെങ്ങനെ വീണ്ടും അപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? n ഉണ്ടാവും, n ടൈംസ് n മൈനസ് 1 ടൈംസ് n മൈനസ് 2. ഫൈനലി നമുക്ക് 1 വരെ എത്തും. ബാക്കി എന്താ ഉണ്ടാവുക? എൽ ഓഫ് ടി പവർ 0 ആണ് ഇവിടെ ന്യൂമറേറ്ററിൽ ഉണ്ടാവുക. ഡിനോമിനേറ്ററിൽ എത്ര ടേം ഉണ്ട്? സൂക്ഷിച്ച് നോക്കുക, എത്ര ടേംസ് വരും?
ഇതുവരെ നിലവിൽ n ടേംസ് അല്ലേ ഇവിടെ ഉള്ളത് മേലുള്ളത്. അപ്പൊ ഡിനോമിനേറ്റർ എസ് പവർ n ഉണ്ടായിരിക്കും. ഇനി എൽ ഓഫ് ടി പവർ 0, ടി പവർ 0 എന്ന് പറഞ്ഞാൽ 1 അല്ലേ, അപ്പം എൽ ഓഫ് 1 ഞാൻ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തതാണ്. നിങ്ങൾ ഓർത്തിരിക്കണം, എൽ ഓഫ് 1 ഈക്വൽ ടു 1/s ആണ്. എൽ ഓഫ് 1 ഈക്വൽ ടു 1/s ആണ്. അതും കൂടി ഇവിടെ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കിട്ടി. ഇതിപ്പോ ന്യൂമറേറ്റർ ഉള്ളത് n ഫാക്ടോറിയൽ ആണ്. n ഫാക്ടോറിയൽ ടൈംസ് എൽ ഓഫ് 1 by s power n. This is equal to n factorial by s power n plus 1. ഫൈനലി ഇങ്ങനെ ആൻസർ കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് ഞാൻ ഗാമ ഫംഗ്ഷൻ വെച്ചിട്ട് ഡയറക്റ്റ്ലി ഇങ്ങനെ കിട്ടുന്നതെന്ന് പറയാം. ഇതുവരെ ഓക്കെ അല്ലേ, ഈ കാൽക്കുലേഷൻ ഓക്കെ അല്ലേ, സ്റ്റെപ്പ് എന്തെങ്കിലും മനസ്സിലാവത്തില്ലല്ലോ. ഇനി ഗാമ ഫംഗ്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇത് എൽ ഓഫ് ടി പവർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ബൈ ഡെഫിനിഷൻ 0 to infinity ഇന്റഗ്രൽ 0 to infinity e power minus st ടൈംസ് ടി പവർ n dt. ഇനി ഞാൻ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്, ടി ഈക്വൽ ടു എക്സ് ബൈ എസ് അല്ലെങ്കിൽ എസ് ടി ഈക്വൽ ടു എക്സ്. ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ഡി ടിന്റെ വാല്യൂ എന്താ വരിക? ഡി ടി ഈക്വൽ ടു ഡി എക്സ് ബൈ എസ് എന്നായിരിക്കും. അപ്പോൾ ഡി ടിന്റെ സ്ഥാനത്ത് എന്ത് എഴുതി? ഡി എക്സ് ബൈ എസ് എന്ന് എഴുതി. ടിന്റെ സ്ഥാനത്ത് എക്സ് ബൈ എസ് എന്ന് എഴുതി. അപ്പോൾ ഫൈനലി എത്ര? 1/s പവർ n പ്ലസ് 1 പുറത്തേക്ക് എടുത്തു. ഇനി ബാക്കിയുള്ള ഈ ഒരു ക്വാണ്ടിറ്റി 0 to infinity e power 0 to infinity ഇന്റഗ്രൽ e power minus x ടൈംസ് x പവർ n dx. ഇത് നമ്മൾ ഗാമ ഓഫ് n പ്ലസ് 1, ഇത് ഗാമ ഫംഗ്ഷൻ ഓഫ് n പ്ലസ് 1 ആണ്. ഇത് ബൈ ഡെഫിനിഷൻ ഗാമ ഓഫ് n പ്ലസ് 1 ഈക്വൽ ടു 0 to infinity e power minus x x പവർ n dx. പിന്നെ ഈ ഗാമ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു n ഒരു പോസിറ്റീവ് ഇൻഡിജർ ആണെങ്കിൽ, n is a positive integer, gamma of n plus 1 is equal to n factorial. ഈ ഒരു ഇന്റഗ്രൽ ഒന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഗാമ ഓഫ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗാമ ഓഫ് 4 കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. ഈ ഒരു ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പോയാലും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഗാമ ഓഫ് 4 ഈക്വൽ ടു എന്ത് വരും? 0 to infinity e power minus x ടൈംസ് x ക്യൂബ് വരും. n പ്ലസ് 1 എന്ന് പറഞ്ഞാൽ n അല്ലേ വരും. അപ്പോൾ 4ന്റെ സ്ഥാനം 4 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3 കിട്ടും. x ക്യൂബ് ഡി എക്സ്. ഓക്കെ, ഈ ഇന്റഗ്രലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇത് ജസ്റ്റ് 3 ഫാക്ടോറിയൽ ആണ്. കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും പോകണ്ട. n ഒരു പോസിറ്റീവ് ഇൻഡിജർ ആണെങ്കിൽ ഗാമ ഓഫ് n പ്ലസ് 1 ഈക്വൽ ടു n ഫാക്ടോറിയൽ. ഇതിന്റെ വാല്യൂ 6 എന്ന് കിട്ടും. അപ്പൊ ഗാമ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഡയറക്ട്ലി ഇതിന്റെ ആൻസർ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ദിസ് ഈസ് ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി പവർ n ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ s പവർ n പ്ലസ് 1. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇന്റഗ്രേഷന്റെ ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. ഇന്റഗ്രൽ ഓഫ് യു വി ഈക്വൽ ടു u times integral of v minus integral of derivative of u times integral of v. ഈ ഫോർമുല വീണ്ടും റിക്കർസീവ് ആയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്താൽ ഇക്വേഷനിലേക്ക് എത്താവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു തിയറം നോക്കാം. ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം. റിപ്ലേസ്മെന്റ് ഓഫ് s by s minus a ട്രാൻസ്ഫോം. എസിന്റെ സ്ഥാനത്ത് s minus a വന്നാൽ എന്താ സംഭവിക്കുക നോക്കാം. Theorem 2. If f of t has a Laplace transform capital F of s and then e power at times f of t, ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തായിരിക്കും എന്നാണ് നോക്കുന്നത്. ഇത് നമുക്ക് L of e power at times f of t equal to f of s minus a എന്ന് കിട്ടും. ഇത് കാണാപാഠം പഠിക്കല്ല. അഗെയിൻ വീണ്ടും ഇങ്ങനെ എന്തൊരു ഫോർമുല എന്ത് കണ്ടാലും നിങ്ങൾ ഡെഫിനിഷൻ എന്താണെന്ന് ഓർക്കണം. ഞങ്ങളുടെ സൈഡിൽ എഴുതാം. ഓക്കെ, ഇതെല്ലാം കൂടി കാണാപാഠം പഠിക്കാൻ എന്തായാലും പറ്റില്ല. L of e power 80 times f of t എന്തായിരിക്കും? ബൈ ഡെഫിനിഷൻ അപ്ലൈ ചെയ്താൽ മതി. power 80 times f of t. f ന്റെ സ്ഥാനത്ത് e power 80 times f of t കൊടുക്കണം. അപ്പോൾ 0 to infinity minus e power minus t times e power 80 times f of t dt. ഇത് ബൈ ഡെഫിനിഷൻ ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ദിസ് ഈസ് ഈക്വൽ ടു 0 to infinity integral 0 to infinity e power minus of s minus a times t f of t dt. ഇതെന്താ വരിക? ഇത് ബൈ ഡെഫിനിഷൻ എന്താണ്? ഇത് ബൈ ഡെഫിനിഷൻ എന്താ? നമ്മുടെ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് മൈനസ് ആണ്. കാരണം എസിന്റെ സ്ഥാനത്ത് എസ് മൈനസ് എ ഉള്ളത്. എൽ ഓഫ് എഫ് ഓഫ് ടിനെ ഞാൻ ക്യാപിറ്റൽ എഫ് ഓഫ് എന്ന് പറയും കേട്ടോ. equal to capital F of s. Okay, എങ്കിൽ ഈ ക്വാണ്ടിറ്റി എന്താണ്? f of
എസ് മൈനസ് എ വരിക, ക്യാപിറ്റൽ എഫ് ഓഫ് എസ് മൈനസ് എ വരിക. ഇത് തന്നെയാണ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറത്തിലും പറഞ്ഞിട്ടുള്ളത്. അഗെയിൻ ഇത് ഫോർമുല ഓർത്ത് വെക്കലല്ല ലക്ഷ്യം, എന്താണ് ഇക്വേഷൻ മനസ്സിലാക്കുക, ഇക്വേഷൻ പഠിക്കുക, ഫസ്റ്റ് നമ്മുടെ ഡെഫിനിഷൻ പഠിക്കുക, അതനുസരിച്ച് ബാക്കിയെല്ലാം ഫോളോസ് സുഖമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് e⁻at ടൈംസ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് മൈനസ് എന്ന് വരും. ഇതിങ്ങനെ ആയ സ്ഥിതിക്ക് ഇൻവേഴ്സ് ട്രാൻസ്ഫോം എന്തായിരിക്കും? ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എസ് മൈനസ് എ ഈക്വൽ ടു e⁻at ടൈംസ് സ്മോൾ എഫ് ഓഫ് ടി. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം. ഇത് വെച്ചിട്ട് ഇനി കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, evaluate Laplace transform of e⁻at times cos omega t. Laplace transform of cos omega t already calculate ചെയ്തിട്ടുണ്ട്. s by s square plus omega square എന്ന് കിട്ടും. നമ്മൾ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറത്തിൽ പറഞ്ഞിട്ടുള്ള എന്തായിരുന്നു? L of e⁻at times f of t equal to f of s minus a. അതായത് s ഉള്ള സ്ഥാനത്ത് s minus a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, വേറെ ഒന്നും ചെയ്യണ്ട. അപ്പോൾ ഈ ഒരു കേസിൽ സ്മോൾ എഫിന്റെ സ്ഥാനത്ത് നമുക്കുള്ള ഫംഗ്ഷൻ എന്താണ്? cos omega t ആണ്. ഓക്കെ, അതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്കറിയാം, ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, s by s square plus omega square. ഇനി എസിന്റെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? റീപ്ലേസ് s by s minus a. എങ്കിൽ നമ്മളുടെ ഫൈനൽ ആൻസർ കിട്ടും. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് e⁻at ടൈംസ് cos omega t equal to s minus a by s minus a whole square plus omega square. സിമിലർലി നിങ്ങൾക്ക് ഈ ഇതും കാൽക്കുലേറ്റ് നോക്കാവുന്നതാണ്. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് e⁻at ടൈംസ് sin omega t. sin omega t ന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ എസിന്റെ സ്ഥാനത്ത് s minus a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതേപോലെ തന്നെ L of t power n നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തു. L of t power n equal to n factorial by s power n plus 1. ഒരു e⁻at കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുകയാണെങ്കിൽ എസിന്റെ സ്ഥാനത്ത് s minus a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, ജസ്റ്റ് സിമ്പിൾ എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് ഒരു പ്രോബ്ലത്തിലുള്ളതാണ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് കോസ് ഹൈപ്പർബോളിക് at ടൈംസ് കോസ് ഒമേഗ ടി. ഇത് ഡയറക്റ്റ്ലി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറി ഒന്നും അപ്ലൈ ചെയ്യാൻ കാണില്ല, പക്ഷേ കോസ് ഹൈപ്പർബോളിക്കിന്റെ ഡെഫിനിഷൻ ആദ്യം ഉപയോഗിച്ചാൽ അതിനുള്ള ഐഡിയ കിട്ടും. കോസ് ഹൈപ്പർബോളിക് at ഈക്വൽ ടു ഹാഫ് ടൈംസ് e⁻at പ്ലസ് e⁻−at. ഓക്കെ, ആ റിസൾട്ട് അപ്ലൈ ചെയ്യാണ്. അതിനുശേഷം ഞാൻ ലീനിയാരിറ്റി മറന്നു പോരുത്. ലീനിയാരിറ്റി അപ്ലൈ ചെയ്താൽ എനിക്ക് ഇതിനെ ഹാഫ് ടൈംസ് L of e⁻at ടൈംസ് cos omega t പ്ലസ് L of e⁻−at ടൈംസ് cos omega t എന്ന് എഴുതാം. ഇനി ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയർ ആണ്. ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറത്തിൽ പ്രകാരം ഈ ക്വാണ്ടിറ്റി എന്താ വരിക? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് e⁻at ടൈംസ് cos omega t എന്ന് പറഞ്ഞാൽ എസിന്റെ സ്ഥാനത്ത് s minus a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. cos omega t ന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. L of cos omega t എന്ന് പറഞ്ഞാൽ s by s square plus omega square ആണ്. ഇതിൽ എസിന്റെ സ്ഥാനത്ത് s minus a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഫസ്റ്റ് ടേം കിട്ടും. നെക്സ്റ്റിൽ ചെയ്യേണ്ടത് എന്താണ്? e⁻−at ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പൊ എന്റെ സ്ഥാനത്ത് മൈനസ് എ വരും. അപ്പൊ s minus a ക്ക് പകരം s plus a ആയിരിക്കണം റീപ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ s plus a by s plus a whole square plus omega square എന്ന് കിട്ടും. എന്തെങ്കിലും സ്റ്റെപ്പിൽ എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ പറയാനുണ്ട്. ജസ്റ്റ് കാൽക്കുലേഷൻസ് ആണ്, അതാണ് ഞാൻ കുറച്ച് സ്പീഡ് പോകുന്നത്. ഓക്കെ, ഇനി ജസ്റ്റ് ഇത് സിംപ്ലിഫിക്കേഷൻ എഴുതുന്നത്, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ലീവ് ചെയ്യാവുന്നതാണ്. ഫൈനൽ ആൻസർ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. എന്തെങ്കിലും സ്റ്റെപ്പ് എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ പറയണം, അതുപോലെ കോൺസെപ്റ്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും പറയാം. ഷോർട്ട് ലിസ്റ്റ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ട്രാൻസ്ഫോം കുറച്ച് നമ്മുടെ കുറെ ഓക്കെ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിലെല്ലാം വണ്ണിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ 1/s ആണ്. ടീൻ്റെത് 1/s സ്ക്വയർ ആണ്. t⁻n ഡയറക്ട്ലി ഇൻ ജനറൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ്. n ഫാക്ടോറിയൽ ബൈ s പവർ n പ്ലസ് 1. അപ്പൊ ഇതിൽ n ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ടീൻ്റെ കിട്ടും. L of t ഈക്വൽ ടു 1/s സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, സിമിലർലി ഇതേപോലെ എല്ലാ t⁻n കാൽക്കുലേറ്റ് ചെയ്യാം. e⁻at കണ്ടു, cos omega t, ഇതെല്ലാം
ഓക്കെ, ഇത് ഓൾറെഡി നമ്മൾ വ്യൂ ചെയ്ത ഫംഗ്ഷൻസ് ആണ്. ഇതെല്ലാം ഒന്ന് ഓർത്ത് വെക്കണം എന്നില്ല. ഇത് നിങ്ങൾ ടി പവർ n ഒക്കെ ഓർത്ത് വെക്കാം. എൽ ഓഫ് ടി പവർ n ഓർത്ത് വെക്കുക, എൽ ഓഫ് 1 ഓർത്ത് വെക്കാം, എൽ ഓഫ് കോസ് ഒമേഗ ടി സൈൻ ഒമേഗ ടി, ഈ നാലെണ്ണം ഓർത്ത് വെക്കാം. ഓക്കെ, പിന്നെ ഇത് ഷിഫ്റ്റിംഗ് തിയറം വെച്ചിട്ട് ഡയറക്ട്ലി കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയും ഓർത്ത് വെച്ചാൽ ബാക്കി നമ്മൾ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഡയറക്ട്ലി ഷിഫ്റ്റിംഗ് തിയറം ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ കോസ് ഒമേഗ ടി സൈൻ ഒമേഗ ടി ഒക്കെ ഓർത്ത് വെക്കാം. ഇതും വേണം, ഇത് ഓർത്ത് വെക്കണം അത്ര നിർബന്ധമൊന്നുമില്ല എനിക്ക്, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. കാരണം കോസ് ഹൈപ്പർബോളിക് എന്ന് പറഞ്ഞാൽ e power at plus e power minus at by 2 ആണ്. ഇത് നമുക്ക് രണ്ട് ഭാഗത്ത് ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്താൽ ഫൈനലി കാൽക്കുലേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ലീനിയാരിറ്റി വെച്ചിട്ട്. ഓർത്ത് വെക്കുകയാണെങ്കിൽ നല്ലത്. ഇതെന്തായാലും ഓർത്ത് വെക്കണം, കോസ് ഒമേഗ ടി സൈൻ ഒമേഗ ടി ഒക്കെ പ്രോബ്ലത്തിൽ പലപ്പോഴും ആവശ്യം വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് എക്സിസ്റ്റൻസ് തിയറം ഫോർ ലാപ്ലാസ് ട്രാൻസ്ഫോംസ് നോക്കാം. Let f be a function that is piecewise continuous on every finite interval in a range t greater than or equal to 0 and satisfies modulus f of t is less than or equal to m times e power minus kt. ഇത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, മൈനസ് കെ ടി അല്ല പ്ലസ് കെ ടി ആണ്. ഇത് മിസ്റ്റേക്ക് ആണ്. ഇത് ഈ നോട്ടിൽ ഈ എം ടൈംസ് ഇ പവർ കെ ടി എന്ന് വേണം. ഫോർ ഓൾ ടി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ഫോർ സം കോൺസ്റ്റൻസ് കെ ആൻഡ് എം എങ്കിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യുന്ന പറയുന്നത് ഫോർ ഓൾ എസ് ഗ്രേറ്റർ ദാൻ കെ. എന്തുകൊണ്ടാണ് ഡയറക്റ്റ്ലി പറയാൻ പറ്റില്ലല്ലോ, നമുക്ക് ജസ്റ്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് 0 to infinity ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ്? എൽ ഓഫ് എഫ് ഈക്വൽ ടു ഇ പവർ മൈനസ് എസ് ടി ടൈംസ് എഫ് ഓഫ് ടി ഡി ടി. ഓക്കെ, ഇത് നമ്മുടെ മോഡുലസ് ഓഫ് എൽ ഓഫ് എഫ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 to infinity modulus of e power minus st times f of t dt. ഈ പ്രോപ്പർട്ടി ഞങ്ങൾക്ക് അറിയുന്നുണ്ടാവും വിചാരിക്കുന്നു. മോഡുലസ് ഓഫ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് മോഡുലസ് ആണ്. ഇനി ഞാൻ ഗിവൺ കണ്ടീഷൻ അപ്ലൈ ചെയ്യാണ്. മോഡുലസ് ഓഫ് എഫ് ഓഫ് ടി ഈസ് ബൗണ്ടഡ് ബൈ m ടൈംസ് e പവർ കെ ടി. അപ്പോൾ ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു m times 0 to infinity e power minus st plus kt dt. ഓക്കെ, ഈ ഇന്റഗ്രലിന്റെ വാല്യൂ എന്താ വരിക? 0 to infinity. ഇനി ഞാൻ മോഡുലസ് അപ്ലൈ ചെയ്യണമെന്നുണ്ടോ? ഇ പവർ എക്സ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വാല്യൂസ് മാത്രമേ എടുക്കുള്ളൂ. ഇ പവർ എക്സ് എന്ന ഫംഗ്ഷൻ പോസിറ്റീവ് വാല്യൂസ് മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ മോഡുലസ് അപ്ലൈ ചെയ്യണമെന്നില്ല. അപ്പോൾ 0 to infinity ഇ പവർ മൈനസ് ഓഫ് എസ് മൈനസ് കെ ടി ഡി ടി. ഓക്കെ, ഇന്റഗ്രലിന്റെ വാല്യൂ എന്ത് വരും? ഇ പവർ മൈനസ് ഓഫ് എസ് മൈനസ് കെ ടി ബൈ k minus s. ഇനി ഇൻഫിനിറ്റി 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഫൈനലി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ കാണാം ദിസ് ഇസ് ഈക്വൽ ടു 1 by s minus k എന്ന് കിട്ടും. ഓക്കെ, അതായത് ഫൈനലി ദിസ് ഈസ് ഈക്വൽ ടു m by s minus k. ഈ ഒരു ഇന്റഗ്രൽ എന്ന് പറഞ്ഞ ബൗണ്ടറി ആണ്. therefore ഈ ഒരു ഇന്റഗ്രൽ വാല്യൂ എക്സിസ്റ്റ് ചെയ്യും. ഇന്റഗ്രലിന്റെ മോഡുലസ് less than or equal to ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആണ്. therefore the integral exists. ഓക്കെ, ഇതിന് ഇനി s greater than k equal to s greater than k കണ്ടീഷൻ എങ്ങനെയാ വന്നത്? അതും കൂടി ജസ്റ്റ് ഒന്ന് പറയാം. ജസ്റ്റ് അങ്ങനെ കാണാവണം പഠിക്കില്ലല്ലോ. s മൈനസ് കെ s greater than k എന്തുകൊണ്ടാണ് വന്നത് പറയാം. ഇവിടെ ഒരു ടേം ഇന്റഗ്രൽ ഇ പവർ എസ് മൈനസ് കെ ഉണ്ടായിരുന്നില്ലേ? വേറെ എക്സാമ്പിൾ പറയാം. ഇ പവർ ഈ ഒരു ഇന്റഗ്രൽ മൈനസ് a minus b. ഓക്കെ, ഈ ഒരു ഇന്റഗ്രൽ ഈ ഒരു ടൈപ്പ് ഉള്ള ഇന്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം കണ്ടീഷൻ വരിക? നമുക്ക് ഇവിടെ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. എങ്കിൽ നമുക്ക് എസ് ഗ്രേറ്റർ ലെസ് ദാൻ കെ വന്നാൽ ഇവിടെ എന്താ പ്രശ്നം വരിക? സപ്പോസ് എസ് ലെസ് ദാൻ കെ ആണ് വിചാരിക്കാം, അത് വെച്ചിട്ട് പറയാം. സപ്പോസ് എസ് ലെസ് ദാൻ കെ
സപ്പോസ് എസ് ലെസ് ദാൻ കെ. എസ് ലെസ് ദാൻ കെ വന്നാൽ എന്താ അവിടെ പ്രശ്നം വരിക? നമ്മളെ ലിമിറ്റ് എന്താ വരിക? ഇ പവർ കെ മൈനസ് എസ് ടി ബൈ കെ മൈനസ് എസ്. ഓക്കെ, ഈ ലിമിറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഇതിന് ഞാൻ എന്തൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഇൻഫിനിറ്റിയും 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൽ എന്ത് സംഭവിക്കുക? കെ ഗ്രേറ്റർ ദാൻ എസ് ആണ് കേട്ടോ. എസ് ലെസ് ദാൻ കെ എന്ന് പറഞ്ഞാൽ കെ ഗ്രേറ്റർ ദാൻ എസ്. അപ്പൊ ഇതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ് ഇവിടെ ഉള്ളത്. ഇനി ഞാൻ ടി ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇത് ക്വാണ്ടിറ്റി എന്താ വരിക? ഇൻഫിനിറ്റി ഫസ്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഇൻഫിനിറ്റി വരും. മൈനസ് ടി ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1, ന്യൂമറേറ്റർ 1 ആണ്. അപ്പോൾ 1/k മൈനസ് എസ് എന്ന് കിട്ടും. Therefore limit doesn't exist. Okay, limit doesn't exist. s less than k വരികയാണെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. s less than k വരുമ്പോൾ ലിമിറ്റ് doesn't exist. s equal to k വന്നാലോ? s equal to k വന്നാൽ പിന്നെ s equal to k വന്നാൽ 0 to infinity എന്താ കാൽക്കുലേറ്റ് ചെയ്യണ്ടാവുക? ഇ പവർ മൈനസ് 0t dt. ഓക്കെ, ഇത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. 0 to infinity ഇപ്പോൾ 0 എന്ന് പറഞ്ഞാൽ 1 ആണ് dt. ലിമിറ്റ് ഡസന്റ് എക്സിസ്റ്റ്. ഇവിടെയും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇതുകൊണ്ടാണ് എപ്പോഴും ഇതിനു മുമ്പും പല തിയറത്തിലും എസ് ഗ്രേറ്റർ ദാൻ കെ എന്ന് പല തിയറത്തിലും വന്നിട്ടുണ്ട്. ഈ ഒരു കണ്ടീഷൻ അതുകൊണ്ടാണ് വരുന്നത്. Then the Laplace transform of f of t exists for all s greater than k. ക്ലിയർ ആയോ? എക്സിസ്റ്റൻസ് തിയറം. സാറേ ഒരു ഡൗട്ട്. പറയൂ. ഈ എസ് ലെസ് ദാൻ കെ സിറ്റുവേഷനിൽ നമുക്കൊരു ഇ റൈസ് ടു കെ മൈനസ് എസ് ടി ഇല്ലേ, അതിനെ ഒന്ന് മാറ്റി ഇ റൈസ് ടു മൈനസ് ഓഫ് എസ് മൈനസ് കെ എന്നിട്ട് അത് മാറിയില്ല. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് മൈനസ് മാറ്റുന്ന പരിപാടി മാത്രമല്ല ചെയ്തിട്ടുള്ളത്. ഇവിടെ വ്യത്യാസം എന്താ സംഭവിച്ചു വെച്ചാല് ഇവിടെ ഞാൻ മൈനസ് ഓഫ് എസ് മൈനസ് കെ എന്ന് എഴുതിയാൽ പോലും എനിക്ക് വരാൻ പോകുന്ന ഒരു ക്വാണ്ടിറ്റി ഉള്ളത് ഇൻഫാക്ട് കെ മൈനസ് എസ് ആണ്. ഈ കെ മൈനസ് എസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്. ആ രീതിയിൽ പറയാം. കെ മൈനസ് എസ് ഇസ് ഗ്രേറ്റർ ദാൻ 0. ഇതിൽ കെ മൈനസ് എസ് ഗ്രേറ്റർ ദാൻ 0 ആണ്, എസ് ലെസ് ദാൻ കെ എന്ന കണ്ടീഷനിൽ അല്ലേ. ഇവിടെ എന്തായിരുന്നു? കെ മൈനസ് എസ് ലെസ് ദാൻ 0 ആയിരുന്നു. ഓക്കെ, അപ്പൊ അതിലാണ് ഇതിപ്പോ മൈനസ് എങ്ങനെ നമുക്ക് പുറത്തെടുത്ത് എഴുതാവുന്നതാണ്. ഇതിനെ എനിക്ക് വേണമെങ്കിൽ നേരത്തെ ഇതുപോലെ തന്നെ എഴുതാമായിരുന്നു. ഈ പവർ കെ മൈനസ് എസ് ടൈംസ് ടി എന്ന് എഴുതാം, കുഴപ്പമില്ല. ഇത് സെയിം തന്നെയാണല്ലോ ന്യൂമറേറ്റർ. ബൈ കെ മൈനസ് എസ് എന്ന് എഴുതാം. പക്ഷെ ഇവിടെ എന്തായിരുന്നു പ്രത്യേകത? കെ മൈനസ് എസ് ലെസ് ദാൻ 0 ആയിരുന്നു. ഇവിടെ ഇനി ലിമിറ്റ് ടി ഈക്വൽ ടു ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കാം? ഇത് ലെസ് ദാൻ 0 ആണ്. അപ്പോൾ അതിന്റെ ലിമിറ്റ് വാല്യൂറ്റ് ചെയ്യുമ്പോൾ 0 ആണ് കിട്ടുക. ആ പാർട്ട് ക്ലിയർ അല്ലേ? ലിമിറ്റ് വാല്യൂറ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് 0 കിട്ടുന്നത്? കെ മൈനസ് എസ് ലെസ് ദാൻ 0 ആകുമ്പോൾ. സാറേ പക്ഷെ നമ്മൾ ആ 0 ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുന്നത് ടിയിലേക്കല്ലേ? സാർ ഒരു ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി ഒരു ഇ റേസ് ടു പ്ലസ് ഇൻഫിനിറ്റിയുടെ ഒരു ഗ്രാഫ് വരച്ചാൽ തന്നെ അവർക്ക് ചിലപ്പോൾ ക്ലിയർ ആവും എന്താണ്. ഓക്കെ ഓക്കെ ഓക്കെ, ഇ പവർ ഇൻഫിനിറ്റി. ഇ പവർ എക്സിന്റെ ഫംഗ്ഷൻ എങ്ങനെയായിരുന്നു? ഫംഗ്ഷൻ ഇങ്ങനെയാണ് ഇ പവർ എക്സിന്റെ ഫംഗ്ഷൻ വരുന്നത്. ഇത് 0 ഇതിന്റെ വാല്യൂ എന്താ വരിക? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ പവർ എക്സ്. അപ്പൊ 0 ഇ പവർ 0 ഈക്വൽ ടു 1 എന്ന് വരും. ഈ ഫംഗ്ഷൻ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഇങ്ങനെയാണ്. ഇപ്പൊ ഇതിൽ ലിമിറ്റിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി, ഇ പവർ എക്സ് എന്താ വരിക? ഇൻഫിനിറ്റി ആണ്. ഇനി ഇ പവർ മൈനസ് എക്സ് അല്ലെങ്കിൽ ഇതിപ്പോ ഇനി എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് എന്തായിരുന്നു? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ഓഫ് ഇ പവർ മൈനസ് എക്സ് ആയിരുന്നല്ലേ? ദിസ് ഈസ് സെയിം ആസ് ലിമിറ്റ് ഞാൻ തൽക്കാലം മൈനസ് എക്സിന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
put minus x equal to t. But this is same as limit t tends to minus infinity of e power t. അല്ലേ? ഇതെന്ത് വരും? 0 എന്ന് വരും അല്ലേ? ഈ ഒരു വാല്യൂ e power x എന്ന് പറഞ്ഞാൽ ആസ് x goes to minus infinity ഇത് ലിമിറ്റ് 0 ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സിന്റെ ഒപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ല, നീ ചോദിച്ച പോലെ തന്നെ നമ്മൾ ടീനാണ് ലിമിറ്റ് ഇട്ട് കൊടുക്കുന്നത്. പക്ഷെ ടീന്റെ ഒപ്പം വരുന്ന കോഎഫിഷ്യൻസ് മാറ്റർ ചെയ്യും. ഓക്കെ, ഇവിടെ ഇനി -1 പകരം എനിക്ക് -2 എന്ത് വന്നാലും അതൊക്കെ വ്യത്യാസം വരും. ക്ലിയർ ആയോ സാറേ? പക്ഷേ ഈ 0ന്റെ ഇൻഫിനിറ്റിയുടെയും കൂടെ ഏത് ഇന്റിജർ മൾട്ടിപ്ലൈ ചെയ്താൽ അതിൽ വ്യത്യാസമില്ലല്ലോ. ഒരു മിനിറ്റ്, ഏത് അല്ല ഇത് ഇവിടെ വ്യത്യാസം. ഓക്കെ ഓക്കെ, ഇത് ശ്രദ്ധിച്ചില്ലേ? ഈ പവർ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി ഇ പവർ എക്സ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഇൻഫിനിറ്റിയാണ് കിട്ടിയത്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി ഇ പവർ -x കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് 0 കിട്ടിയത്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചതാണ്, ഞാൻ എന്താണ് പറഞ്ഞു വന്നത്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി ഓഫ് ഇ പവർ ax ഈക്വൽ ടു ഇത് ഇൻഫിനിറ്റി ആയിരിക്കും ഇഫ് a is positive. a 0 ആണെങ്കിൽ എന്ത് വരും? ഓക്കെ ഓക്കെ, ഇൻഫിനിറ്റി ആയിരിക്കും ഇഫ് a is പോസിറ്റീവ്. 0 ആയിരിക്കും ഇഫ് a is less than 0. ഇനി a equal to 0 ആണെങ്കിൽ ലിമിറ്റ് 1 ആയിരിക്കും. ഓക്കെ, ഈ കേസ് നമുക്ക് ഇവിടെ ആവശ്യമില്ല. ഓക്കെ, ഇത് ഞാൻ ഓൾറെഡി ഉപയോഗിച്ചിട്ടുണ്ട്, ലിമിറ്റ് 1 ആവുന്നുള്ളത്. ഓക്കെ, ഇപ്പൊ ക്ലിയർ? ഓക്കെ, ഇതൊക്കെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കെ മൈനസ് പോസിറ്റീവ് നെഗറ്റീവും വരുന്നത് ഇമ്പാക്ട് ചെയ്യും. നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് ഈ ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വേണം? ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ കാണുന്ന കെ മൈനസ് ഉണ്ടല്ലോ, കെ മൈനസ് എസ് പോസിറ്റീവ് ആവരുത്. കെ മൈനസ് എസ് പോസിറ്റീവ് ആവരുത്, അതായത് കെ മൈനസ് എസ് നെഗറ്റീവ് ആവണം. ആ കണ്ടീഷനിൽ മാത്രമേ ഇത് എക്സിസ്റ്റ് ചെയ്തുള്ളൂ. ഇനി കെ ഈക്വൽ ടു എസ് ആവുകയാണെങ്കിൽ ആ കണ്ടീഷൻ ഞാൻ വേറെ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോഴും ജസ്റ്റ് 0 to ഇൻഫിനിറ്റി ഇന്റഗ്രൽ 1 dt എന്നിട്ട് ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. Therefore നമുക്ക് ഈ കണ്ടീഷൻ ആവശ്യമുള്ളതാണ്, എസ് ഗ്രേറ്റർ ദാൻ കെ ആവശ്യമുണ്ട്. ഇത് വെച്ചിട്ട് കുറച്ച് ലാപ്ലാസ് ട്രാൻസ്ഫോം വേഗം നോക്കാം. ലാപ്ലാസ് ട്രാൻസ്ഫോം sin² sin t ടൈംസ് cos 2t കാൽക്കുലേറ്റ് ചെയ്യാം. sin² ന്റെ ഫോർമുല നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് cos 2 θ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. cos 2 θ cos 2t equal to 2 sin² t minus 1. ഇതിൽ sin² t ന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. sin² t equal to 1 minus cos 2t by 2. അപ്പോൾ sin² t equal to 1 minus cos 2t by 2. പിന്നെ ലീനിയാരിറ്റി 1/2 ടൈംസ് L of 1 1/2 ഇത് 1/2 ടൈംസ് L of cos 2t. ജസ്റ്റ് സിംപ്ലൈ ആണ് കാൽക്കുലേറ്റ്. അതേപോലെ നെക്സ്റ്റ് പ്രോബ്ലത്തില് sin t ടൈംസ് cos 2t ആണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലൊരു ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി ആവശ്യമുണ്ട്. 2 sin a cos b equal to sin a plus b plus sin a minus b റിസൾട്ട് ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് sin a cos b കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ a ന്റെ സ്ഥാനത്ത് a equal to t ആണ് വേണ്ടത്, b equal to 2t. പിന്നെ ജസ്റ്റ് കാൽക്കുലേഷൻസ് ആണ്. ഈ ഫോർമുല അപ്ലൈ ആണ്, sin a cos b എന്ന ഫോർമുല അപ്ലൈ sin of t plus 2t plus sin of t minus 2t. sin of minus t എന്ന് വരും, അത് minus sin t ആണ്. ഇവിടെ ലീനിയാരിറ്റി അപ്ലൈ ചെയ്തു. കാൽക്കുലേഷൻ എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ പറയണം. ഇതൊക്കെ ഡയറക്റ്റ് ഫോർമുലയാണ്, ഞാൻ ഓർത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. L of sin 3t എന്ന് പറഞ്ഞാൽ 3/s² plus 3² എന്ന് വരും. 9 എഴുതിയിട്ടുള്ളത്, ഇത് 3² ആണ്.
Similarly, the minus 1 by n plus 1 volt. Calculations ആണ് സിംപ്ലിഫൈ ചെയ്യാവുന്നതാണ് ആ പ്രോബ്ലം. ഇതൊക്കെ വേറൊരു ഫംഗ്ഷനാണ്. നമ്മൾ സ്പ്ലിറ്റ് ആയിട്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക നോക്കാം. എഫ് ഈക്വൽ ടു okay, f of t equal to function defined as t if t is in between 0 and 1 and 1 if t is greater than 1. Laplace transform calculate. Laplace transform of 0 to infinity integral e power minus st times t. Integral split time ആണ്. t ആണ്, t 0 and 1 ഇടയിലാണെങ്കിൽ അപ്പം ഫസ്റ്റ് ഇന്റഗ്രൽ 0 to 1 e power minus t plus integral 1 to infinity e power minus t times 1 വന്നിട്ട്. ഓക്കെ, ഇനി ഇത് സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേഷൻ ആണ്. നാട്ടില് കാൽക്കുലേഷൻ ഞാൻ അത്രയധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ഇത് അപ്ലൈ ഇതിൽ അവർ അപ്ലൈ ചെയ്ത റിസൾട്ട് ഇന്റഗ്രൽ യു വിന്റെ റിസൾട്ട് ആണ്. ഫംഗ്ഷൻ ഇന്റഗ്രൽ സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഉണ്ട്. സെയിം ബാക്കി കാൽക്കുലേഷൻസ് ആണ്, നിങ്ങൾക്ക് വെരിഫൈ ആവുന്നത്. സിമ്പിൾ കാൽക്കുലേഷൻ ആണ്, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഓർത്തിരിക്കുന്ന ഫോർമുലയാണ് ഇന്റഗ്രൽ യു വിന്റെ ഫോർമുല. ഇത് ഈ ഇന്റഗ്രൽ ഈസിലി കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. e power minus st by minus s 1 infinity limits mistake വരുത്തിയിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ഇത് ഫൈനലി കാൽക്കുലേറ്റ് ചെയ്താൽ x എന്ന ടേം കിട്ടും. ലിമിറ്റ്സ് മാറിയിട്ടുണ്ട്. Infinity. Okay, this is equal to e power minus s times infinity by minus s minus e power minus s by minus s. Okay, അപ്പോൾ ഈ ടേം ഇത് എപ്പോഴും നേരത്തെ ലിമിറ്റ്സിന്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എപ്പോഴും 0 ആയി പോകാൻ കാരണം ഇവിടെ s നെഗറ്റീവ് ആണെങ്കിൽ 0 ആവില്ല. നമ്മൾ എപ്പോഴും ലാപ്ലേസ് ട്രാൻസ്ഫോം s ഗ്രേറ്റർ ദാൻ 0 മാത്രമാണ്. അതുകൊണ്ടാണ് ഈ ഒരു ലിമിറ്റ് 0 ആയി പോയത് ഈ ഒരു കേസിൽ. ഓക്കെ, ഇത് 0 വന്നു. നെക്സ്റ്റ് ടേം എന്ത് വരും? e power minus by s. അതാണ് ഈ ഒരു ടേം. ബാക്കി നിങ്ങൾക്ക് ഇത് വെരിഫൈ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് കാൽക്കുലേഷൻ ഫൈനലി ഈ ഇക്വേഷൻ കിട്ടും. ഇതേപോലെ ഈ രണ്ട് പ്രോബ്ലം കൂടി ചെയ്തിട്ട് നിർത്താം. ഓക്കെ, L of cos root t, Laplace transform of cos root t. ഇവിടെയും t equal to 1 minus t square by 2 t power 4 by 4 factorial minus t power 6 by 6 factorial. ഇങ്ങനെ ആൾട്ടർനേറ്റീവ് ആയിട്ട് പോകും. ഇതേപോലെ നിങ്ങൾക്ക് ഇവിടെ സൈൻ ടീന്റെ ചോദിച്ചിട്ടില്ല, എന്നാലും സൈൻ ടീന്റെ ഓർത്ത് വെക്കുക. സൈൻ ടി എന്തായിരിക്കും? സൈൻ ടി ഈക്വൽ ടു ടി മൈനസ് ടി ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ t minus t cube by 3 factorial plus t power 5 by 5 factorial minus t power 7 by 7 factorial. ഇങ്ങനെയാണ് പോവുക. ഓക്കെ, ഈ റിസൾട്ട് വെച്ചിട്ട് ഈ പ്രോബ്ലം ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ടീന്റെ സ്ഥാനത്തുള്ളത് റൂട്ട് ടി ആണ്. ഇത് ജസ്റ്റ് സിംപ്ലിഫിക്കേഷൻ ആണ്. റൂട്ട് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താണ് നമുക്ക് കിട്ടുക? L of 1 minus t by 2 factorial plus t square by 4 factorial ആവും. t power 4 ഉള്ളത് t square ആയി മാറി. സോ ആൻഡ് സോ ഫോർത്ത്. ഓരോ ടേം അതേപോലെ വ്യത്യാസം വരും. അതിനുശേഷം നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തത് ലീനിയാരിറ്റിയാണ്. ലീനിയാരിറ്റി ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം. സ്റ്റെപ്പ് എന്തെങ്കിലും മനസ്സിലായിട്ട് ഞാൻ പറയണം എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നൊക്കെ. സോ ഓക്കെ, ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി പിന്നെ നോക്കാവുന്നതാണ്. L of 1 എന്ന് പറഞ്ഞാൽ 1 by s ആണ്.
എൽ ഓഫ് ടി പവർ എന്ന് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആൾക്കാർക്ക് എൽ ഓഫ് ടി പവർ എൻ ഇതിന്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഒക്കെ വരുമ്പോൾ നല്ല ആവശ്യമുള്ള ഒരു ഫോർമുലയാണ്. എൽ ഓഫ് ടി പവർ എൻ ഫാക്ടോറിയൽ ബൈ എസ് പവർ എൻ പ്ലസ് 1 ആണ്. അപ്പൊ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് എൻ ഫാക്ടോറിയൽ ബൈ എസ് പവർ എൻ പ്ലസ് 1 എന്താവും? ടി പവർ ആണ്. അതേപോലെ ഇത് ഓർത്ത് വെക്കണം. ആ ഫോർമുലയാണ് ഇവിടെ അപ്ലൈ ചെയ്തത്. ഓക്കെ, ജസ്റ്റ് പവർ സീരീസ് ആയിട്ട് തന്നെ വെച്ചാൽ മതി, സിംപ്ലിഫിക്കേഷൻ ചെയ്യേണ്ട. നെക്സ്റ്റ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് കോസ് ഓഫ് എ ടി പ്ലസ് ബി. ഇവിടെ ഒരു ഫോർമുല അപ്ലൈ ചെയ്യാനുണ്ട്. കോസ് ഓഫ് എ പ്ലസ് ബിന്റെ ഫോർമുല ഈക്വൽ ടു കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. ഇവിടെ എന്റെ സ്ഥാനത്തുള്ളത് എ ടി ആണ്, ബിന്റെ സ്ഥാനത്തുള്ളത് സ്മോൾ ബി. അപ്ലൈ ചെയ്തു. ഇനി ഞാൻ ഇവിടെ ലീനിയാരിറ്റി ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇതിൽ ലീനിയാരിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ എയും ബി എന്താണ്? കോൺസ്റ്റൻസ് ആണ്. എ ബി കോൺസ്റ്റൻസ് ആണ്. അപ്പൊ കോസ് എയും കോസ് ബി സൈൻ എ സൈൻ ബി ഒക്കെ എന്തായിരിക്കും? അതൊക്കെ കോൺസ്റ്റൻസ് ആയിരിക്കും. ഇവിടെ കോസ് ബിയും സൈൻ ബി ആണ് ആവശ്യമുള്ളത്. കോസ് ബി സൈൻ ബി ഒക്കെ കോൺസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ഏത് ടേം പുറത്തേക്ക് എടുക്കേണ്ടത് ശ്രദ്ധിക്കണം. ലീനിയാരിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ ഇതുവരെയുള്ള ടേംസ് ഒക്കെ നമുക്ക് എളുപ്പമായിരുന്നു. 1, 2, 3 അങ്ങനത്തെ നമ്പേഴ്സ് ഒക്കെ കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ പുറത്തേക്ക് എടുത്തു. ഇവിടെ കോസ് ബി എന്ന ടേം ഉണ്ട്, സൈൻ ബി എന്ന ടേം ഉണ്ട്. ഇത് കോൺസ്റ്റൻസ് ആയതുകൊണ്ട് പുറത്തേക്ക് വരും ലീനിയാരിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ. പിന്നെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് കോസ് എ ടി നമുക്കറിയാം ഫോർമുല. അതേപോലെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ എ ടി അതും കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഫൈനൽ സിംപ്ലിഫിക്കേഷൻ. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിന്റെ ഇതുവരെ എടുത്തതിൽ ടോപ്പിക്സിലോ എന്തെങ്കിലും തിയറി പാർട്ടിലോ? ഇവിടെ ചെറിയ മിസ്റ്റേക്ക് ഉള്ളത് നിങ്ങൾ നോക്കണം കേട്ടോ. അത് ടെക്സ്റ്റിൽ അത് കറക്റ്റ് ആയിരുന്നു. ഇത് ഇവിടെ ഈ നോട്ടിൽ ഇ പവർ മൈനസ് കെ ടി ആയിരുന്നു എഴുതിയത്. ഓക്കെ, മോഡുലസ് എഫ് ഓഫ് ടി ഈസ് ലെസ് ദാൻ ഈക്വൽ ടു എം ടൈംസ് ഇ പവർ പ്ലസ് കെ ടി ആണ്. ഈ ഒരു ചെറിയ മിസ്റ്റേക്ക് തിരുത്തണം. ബാക്കി എല്ലാ ടോപ്പിക്സും ഇതുവരെ പറഞ്ഞ ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. അശ്വിൻ, ജെൻസിനെ കുറിച്ച് കേട്ടിട്ടുള്ള എല്ലാവരും നല്ല ഉഷാറാണെന്നാണ്. നിങ്ങൾ എന്താ അവരൊന്നും മിണ്ടാത്തത്? ആകാശ്, ക്ലിയറാ. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് ഓൺലൈൻ ആകുമ്പോഴേ നിങ്ങളുടെ ഫീഡ്ബാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എത്രത്തോളം ഇൻവോൾവ് ചെയ്യണോ ഫാക്കൾട്ടീസിന് അത്രയും കൂടുതൽ പറഞ്ഞു തരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു എക്സാം നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരാം. നിങ്ങൾ അതൊന്ന് എഴുതി നോക്കൂ. അതിൽ MCQ ടൈപ്പ് ആണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് ആൻസർ ചെയ്യേണ്ട ടൈപ്പ് ആയിരിക്കും. ഓക്കെ, നിങ്ങളുടെ ആൾറെഡി ഇപ്പൊ ഇന്നാണ് ഞാനൊരു ശ്രീഹരി അയച്ചെന്ന ഒരു ഡോക്യുമെന്റ് എനിക്ക് മിസ്സായിരുന്നു. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അത് ഞാൻ സാറിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അയച്ചു കൊടുത്തിട്ടില്ല, ഇപ്പൊ അയച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടി ഒന്ന് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സെഷൻ കൊണ്ട് തീർക്കാൻ പറ്റും. ഇൻവേഴ്സും ഒരുപാടായിട്ട് നമ്മൾ സമയം കളയേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ അതർ സാർ, നമ്മൾ നെക്സ്റ്റ് സെഷൻ വെച്ചിട്ടുള്ളത് സാറ്റർഡേ ആണ്. 12-ാം തീയതി. ഓക്കെ. ഓക്കെ, അതുപോലെ ഒരു കാര്യം എനിക്ക് ചോദിക്കാണ്ട്, ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 9th ചാപ്റ്റർ നോട്ട്സിൽ ഞാൻ കണ്ടില്ല. അത് നിങ്ങൾക്ക് എക്സാമിന് ഇല്ലാത്ത ചാപ്റ്റർ ആണോ? ഈ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ ഒക്കെ ഉള്ളത്? ആരെങ്കിലും ഒരു റിപ്ലൈ പറയും? എന്താ സാറേ കേട്ടില്ല. 9th ചാപ്റ്റർ ഒരു നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ, ഒരു മിനിറ്റ്, എന്തായിരുന്നു പേര് ടെക്സ്റ്റ് ബുക്ക്? അതൊരു ഗൈഡ് ആയിരുന്നു, ടെക്സ്റ്റ് ബുക്ക് അല്ല. ഞാൻ അയച്ചൊരു ഗൈഡ് ആയിരുന്നു. ഗൈഡ്. ഓക്കെ, അത് നിങ്ങൾക്ക് 9th ചാപ്റ്റർ ഇല്ല? ഈ നോട്ട്സിലുള്ളതിനല്ലേ ഉള്ളൂ ടോപ്പിക്സ് ആയിട്ട്? നോട്ട്സിലുള്ളതേ ഉള്ളൂ. ഓക്കെ. ഓക്കെ. അതുപോലെ ശ്രീഹരി, ഇതിലിപ്പോ നമുക്ക് കുറച്ച് കൺവല്യൂഷൻ തിയർ അങ്ങനെ ഒരുപാട് കുറച്ച് തിയറംസ് കൂടെ ഒക്കെ ഉണ്ട് ശരിക്കും ഇതില്. അപ്പൊ നമ്മൾ നോട്ട്സിലുള്ള മാത്രമേ ഇന്ന് കവർ ചെയ്തിട്ടുള്ളൂ. സാറേ അത് മതി. എക്സാംസിന് ഇപ്പൊ ഒരുപാട് സമയമല്ല, അപ്പൊ അതിനുള്ളത് നമ്മൾ പഠിപ്പിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നോട്ട്സിലുള്ള മാത്രം മതി. അത് മതി. ഓക്കെ, ഫൈൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം? നമുക്ക് ഇൻവേഴ്സും കൂടി കവർ ചെയ്തിട്ട് നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കി നിർത്താം, വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഫൈൻ. ഓക്കെ സാർ. ഞാൻ എൻ്റെ നമ്പർ ടെക്സ്റ്റിൽ ഇട്ടുണ്ട്. ആർക്കെങ്കിലും റെക്കോർഡർ ലെക്ചേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നാളെ ഒരു ഈവനിങ് 4 മണിയാകുമ്പോഴത്തേന് ഞാൻ ചെയ്തു തരാം. ഓക്കെ, ഫൈൻ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, ശരി. താങ്ക് യു. താങ്ക് യു സാർ.